ആദ്യം പാർലമെൻറ്റിൽ ഇഞ്ചോടിഞ്ച് ഫൈറ്റ് ചെയ്തു. നേരിയ ഭൂരിപക്ഷം ഭരണകക്ഷിക്കുള്ളതുകൊണ്ട് ബി ജെ പിക്ക് ഉള്ളതുകൊണ്ട് അവർ പാർലമെൻറ്റിൽ പാസ്സാക്കി. ഇപ്പോൾ മാറ്റർ സുപ്രീം കോടതിയിലാണ്. പുനഃപരിശോധനക്കൊക്കെ ഉള്ള അവസരങ്ങൾ ഇനിയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനവികാരം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അത് രാജ്യത്തുള്ള ജനാധിപത്യപരമായ രീതിയിൽ രാജ്യത്തുള്ള എല്ലാ മതേതര പാർട്ടികളും നടത്തുന്നുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് യുവ കാര്യങ്ങളിൽ ശ്രദ്ധരാണ്. പൗരത്വ വിഷയം വന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. പാർലമെൻറ്റിൽ ഫൈറ്റ് ചെയ്തു, സുപ്രീം കോടതിയിൽ ഫൈറ്റ് ചെയ്തു. ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ അവസാനം ഇലക്ഷനിലേക്ക് പോയി അവർക്ക് തോന്നിയതൊക്കെ ചെയ്യാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ല. അതുകൊണ്ട് വിഷയത്തിനൊരു പരിഹാരം ഉണ്ടായി. അങ്ങനെ എവിടെയെങ്കിലും ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ടാവും. കാരണം ഇത് മതപരമായ ഒരു വിശ്വാസമാണ്. അതുപോലെ തന്നെ പൊതു കാര്യങ്ങൾക്ക്, നല്ല കാര്യങ്ങൾക്ക് സ്വന്തം അവകാശം, സ്വത്ത് ദാനം ചെയ്യാനുള്ള അതിലുള്ള ഒരു കൈകടത്തലാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ചിട്ടുള്ള ഒന്നാണ്. ലോകം മുഴുവൻ ലഭ്യമായിട്ടുള്ള ഒരു വിഷയം. ഇന്ത്യയിൽ അവർ അതും ഇതൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇടപെടുകയാണ്. അപ്പോൾ അതിനെതിരായി ജനവികാരം സ്വാഭാവികമാണ്. ജനവികാരം കണക്കിലെടുത്ത് എവിടെയെങ്കിലും വെച്ച് തിരുത്തപ്പെടാം. ചിലപ്പോൾ നിയമപരമായി ആവാം. അല്ല എങ്കിൽ ഇപ്പോൾ ബി ജെ പിക്ക് തന്നെ സ്വന്തം നിലയിൽ ഭൂരിപക്ഷമൊന്നും ഇല്ലല്ലോ. അതിലുള്ള കക്ഷികൾക്കും പ്രശ്നമുണ്ട്. ബീഹാറിൽ പ്രശ്നമുണ്ട്, ആന്ധ്രയിൽ പ്രശ്നമുണ്ട്. അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് ഗവൺമെന്റിന് തിരുത്തേണ്ടി വരും എന്നാണ്. ഇത് സംബന്ധിച്ച് നിരവധി അസത്യങ്ങൾ പ്രചരിക്കുന്നു. പ്രധാനമന്ത്രി തന്നെ പറയുന്നത് മുസ്ലിം സ്ത്രീകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങൾ എടുത്തത്. ഈ അസത്യ പ്രചരണങ്ങൾ കൂടി തടയിടേണ്ടതല്ലേ ശരിക്കും, അല്ലേ? ഈ രാജ്യത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ മോഡി ഇറങ്ങി എന്ന് പറഞ്ഞാൽ നാട്ടിലെ ജനങ്ങളാരെങ്കിലും വിശ്വസിക്കും. വേറെ ആരുമല്ല. വലിയ ബന്ധപ്പാടും അതുപോലെ തന്നെ ധൃതിയും ഉത്കണ്ഠയൊക്കെ മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാനാണ്. അതിനുവേണ്ടിയാണ് ഇതെന്ന് പറയുന്ന അത് ആരെങ്കിലും വിശ്വസിക്കാൻ പോകുന്നുണ്ടോ? അത് മാത്രമല്ല, അത് വാ തുറക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എന്താ പറയണമെന്നുള്ളത്. അതുകൊണ്ട് അത് കാര്യമാക്കണ്ട. അത് കണക്കിലെടുത്തിട്ട് കാര്യമില്ല. കേരളത്തിൽ ഒരു വലിയ വിഷയം ഉന്നയിച്ചത് മുനമ്പം വിഷയം പരിഹരിക്കുമെന്നായിരുന്നു. കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി തന്നെ പറഞ്ഞു ഇതുകൊണ്ട് പരിഹരിക്കില്ല. ശരിക്കും അവർ വെളിവാക്കപ്പെടുകയല്ലേ, തുറന്നു നടക്കപ്പെടുകയല്ലേ? പരിഹരിക്കൂല. ഇത് വഖഫ് നിയമം കൊണ്ട് ഒരു കാര്യമില്ല. ആ മുനമ്പം പ്രശ്നമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, അവരെ മുമ്പിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഈ നിയമം. കാരണം ട്രിബ്യൂണലിൽ ഒരു വിധി കിട്ടിയിരുന്നെങ്കിൽ അത് അന്തിമ വാക്കായിരുന്നു. ആ വിധി കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം വാദിയും പ്രതിയൊക്കെ മുനമ്പംകാർക്ക് വേണ്ടി വാദിക്കുക. ഫറൂഖ് കോളേജും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും ഒക്കെ. ഇപ്പോൾ ട്രിബ്യൂണലിൻ്റെ വിധിക്ക് ഇനി സുപ്രീം കോടതി വരെ നിങ്ങൾക്ക് പോകാൻ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്നാണ് കിരൺ റിജിജു പറയുന്നത്. മുനമ്പത്ത് വന്നിട്ട് സ്വീകരണം ഏറ്റുവാങ്ങി പറയുന്നത് അതാണ്. ഈ ബില്ല് പാസ്സായതിനു ശേഷം ഇപ്പം നിങ്ങൾക്കൊരു ഓപ്പണായിട്ട് ഒരു കാര്യം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിയമപ്രശ്നമായിട്ട് സുപ്രീം കോടതി വരെ പോകാം.